രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ ചായക്കടിയായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ പച്ചരി വെച്ചിട്ടാണ് ട്ടോ ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് പച്ചരി നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് അത് കുതിർന്നു വന്നാൽ പിറ്റേന്ന് രാവിലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ തലേ ദിവസം നിങ്ങൾ പച്ചരി കുതിർത്ത് വെക്കാൻ മറന്നുപോയാൽ പ്രശ്നമൊന്നുമില്ല. ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ചോറിന്റെ കൂടെ തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. എന്നിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇതിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നമ്മളൊരു പാത്രത്തിൽ ഓയിൽ നല്ലപോലെ ചൂടാക്കാം. എന്നിട്ട് ഇത് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതാ ഓരോ തവി മാവ് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഇതുപോലെ ഓരോ സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് നല്ലോണം പൊന്തി വരും. അപ്പൊ ഇതാ ഇതുപോലെ നല്ലോണം പൊന്തി വന്നിട്ട് അപ്പം തന്നെ മറിച്ചിടണ്ട, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതാ ഇത് ഫുള്ളായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടി കുറച്ച് സമയം മാത്രം ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പൊ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മാവ് ലൂസായി പോകരുത്. ഞാൻ കാണിച്ചു തന്നിട്ടുള്ള മെഷർമെന്റ് കറക്റ്റ് അളവാണ് കേട്ടോ. ആ അളവിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ആ ഒരു തിക്നെസ്സിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ മാവ് ലൂസ് ആവാതെ ഈ ഒരു കട്ടിയിൽ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഒരു സൈഡ് നന്നായിട്ട് പൊന്തി വന്നാൽ നമ്മൾ മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും നല്ല ചെറിയൊരു ഗോൾഡൻ കളറിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതിന് വട്ടാപ്പം എന്നാണ് പറയാ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചായന്റെ കടിയായിട്ടെല്ലാം കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതാ ഞാൻ എല്ലാം ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് മുറിച്ചിട്ട് ഇതിന്റെ ഉൾഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം ഭാഗം ചെറിയൊരു ക്രിസ്പിനെസ്സും പിന്നെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.